പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൂരജും മീനുവും തിരികെ എത്തിയതിനെ തുടർന്ന് അവർക്ക് ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി സുമതി അമ്മായി മുന്നിലേക്ക് പോവുകയാണ്. ചിന്താമണിയോട് ധൈര്യമായിരിക്കാൻ ആവശ്യപ്പെടുന്ന അവർ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും, അത് ഉറപ്പ് തന്നെയാണ്. സൂരജ് എല്ലാത്തിനും മറുപടി നൽകേണ്ടതായി വരും, ഞാൻ അവനെ കൊണ്ട് പറയിക്കും. ഇത് കേൾക്കുന്ന സുമതിയുടെ മകൾ, കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? സൂരജേട്ടനെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ്. സൂരജേട്ടനല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ പിശാചിനെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ആ മീനു പിശാച്, അവളാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ശല്യമായി മാറി വന്ന് തടസ്സം നിൽക്കുന്നത്. അമ്മേ, എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഈ കാര്യത്തിൽ. നീ പേടിക്കാതിരിയടി, എല്ലാത്തിനും ഒരു പോംവഴിയുണ്ട്, ഞാൻ ഉണ്ടാക്കിത്തരും, നിന്റെ അമ്മയാണ് പറയുന്നത്. ഇതോടെ ചിന്താമണിക്ക് സന്തോഷമായിരിക്കുകയാണ്. പക്ഷേ തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സുമതി ഒടുവിൽ അമ്പലത്തിൽ വെച്ച് കെട്ടിയ താലി കണ്ടെടുക്കുകയാണ്. ഇതുമായി മുന്നിലേക്ക് വരുന്ന അവർ, സൂരജ്, തൊണ്ടി മുതൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനിയും നിനക്ക് ഒളിച്ച് മുങ്ങി നടക്കാമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത്. നിന്റെ കള്ളത്തരമെല്ലാം ഇവിടെ പൊളിഞ്ഞ് വീണു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് ഈ കാര്യത്തിൽ നിന്ന് ഒളിച്ചു പോകാൻ സാധിക്കുകയില്ല. എന്നാൽ ഇത് കാണുന്ന സൂരജ് ആകട്ടെ, ഇതിനെപ്പറ്റി എന്തു പറയും? അമ്പലത്തിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവരോട് പറയാൻ നിന്നാൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് വയ്യാണ്ടാകും. വേറെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറി പോകുന്നതാണ് നല്ലത്. ഈ തുളസിമാലയൊക്കെ എങ്ങനെയാ എൻ്റെ വണ്ടിയുടെ അടുത്ത് വന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോ യാത്രയിൽ വെച്ച് വല്ലതും തെറിച്ചപ്പോൾ വന്ന് അവിടെ വീണതാകും, അല്ലാതൊന്നുമല്ല. സൂരജെ, ഇതുപോലുള്ള മുടന്തൻ ന്യായങ്ങളെല്ലാം മറ്റാരോടെങ്കിലും പറഞ്ഞാൽ മതി, ഒരുപക്ഷെ മുത്തശ്ശി വിശ്വസിക്കും. പക്ഷേ അമ്മായി അത് വിശ്വസിക്കുകയില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട് സൂരജ്. ഈ യാത്രയിൽ എന്താണ് സംഭവിച്ചത്? സത്യങ്ങൾ എന്നോടെങ്കിലും പറയുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ നിന്നെ സഹായിക്കാം. അയ്യോ എൻ്റെ അമ്മായി, ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മായി വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മീനുവും ഞാനും അവിടേക്ക് പോയി തിരികെ വന്നു, അതിൽ കൂടുതൽ ഒന്നുമില്ല. വെറുതെ നിങ്ങൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു കൂട്ടി അത് ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതേപ്പറ്റി പറഞ്ഞ് ചിരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പോവുകയാ. ഇതും പറഞ്ഞ് സൂരജ് പോയതിനെ തുടർന്ന് ചിന്താമണി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അമ്മയോട്. ചിന്താമണിയോട് ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയുന്നത് നല്ലതല്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. നമുക്ക് ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആലോചിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇതേ സമയം സൂരജ് ഈ കാര്യങ്ങൾ മീനുവിനെ അറിയിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഓരോ കാര്യവും
പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ സുമതി അമ്മായി വന്നിട്ടുണ്ട്. വെറുതെ അമ്മായിയുടെ മുന്നിൽ പോയി ചാടി കൊടുക്കരുത്. കാര്യങ്ങൾ ബുദ്ധിപൂർവം നിയന്ത്രിക്കുന്നതാണ് നല്ലത്. ഇതോടെ മീനു ഉറപ്പു നൽകുകയാണ് സൂരജിന്. പക്ഷേ വീണ്ടും സൂരജിനെയും മീനുവിനെയും സുമതി അമ്മായി ഒരുമിച്ച് കാണാനിടയായതിനെ തുടർന്ന് സംശയം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് മീനുവിന് കൂടുതൽ തലവേദനയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.